ഈ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷയമായിരിക്കാം ഈ പോളിറ്റ് ബ്യൂറോയിലേക്ക് അയച്ച കത്ത് വിവാദമായിരിക്കുന്നത്. സാധാരണക്കാർക്ക് എന്ത് കാര്യമാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അല്ലേ? പക്ഷേ അതിൻ്റെ പിന്നിലുള്ള വലിയൊരു പണത്തിൻ്റെതായിട്ടുള്ള ഒരു ദുരൂഹത അതിനകത്ത് നിൽക്കുന്നില്ലേ? തന്നെയാണ്. CPM-ന്റെ അറിയപ്പെടാത്ത ഒരു മുഖം പുറത്തു വരികയാണ്. അപ്പം നമ്മുടെ കുഞ്ഞനന്തൻ നായർ, പാർട്ടിയുടെ ബ്ലിറ്റ്സിൻ്റെ പ്രതിനിധിയായിട്ട് ഏറെക്കാലം ബെർലിനിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ പേര്. അദ്ദേഹം പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ വിദേശ ബന്ധങ്ങൾ, പാർട്ടിയുടെ സഖാക്കളെ ഇന്ത്യ ഗവൺമെൻറ്റോ ഇവിടുത്തെ സുരക്ഷാ സംവിധാനവും അറിയാതെ അന്തർവാഹിനിയിൽ റഷ്യ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയ കാര്യം, ഇതൊക്കെ അദ്ദേഹം പലകുറി എഴുതുന്നുണ്ട്. അവസാനം വന്ന് CPM-നെ കുറിച്ച് അദ്ദേഹം ചില സത്യങ്ങൾ, പൊള്ളുന്ന സത്യങ്ങൾ പറഞ്ഞപ്പോൾ അതെല്ലാം പാർട്ടി വിരുദ്ധമാണ്, അതുപോലെ തന്നെ കള്ളവുമാണ്. കുഞ്ഞനന്തൻ നായരെ തള്ളി പാർട്ടി, കുഞ്ഞനന്തൻ നായരെ തള്ളി നിർത്തിയ പാർട്ടി. CPI-യോടൊപ്പം ആയിരുന്നു ഏറെക്കാലം കുഞ്ഞനന്തൻ നായർ. തള്ളി അവസാന കാലത്ത് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് പാർട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ രാജേഷ് കൃഷ്ണയെ പറ്റി പറയുമ്പോൾ പാർട്ടിക്ക് ഇപ്പോഴും ആ വിദേശ ബാന്ധവമുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുഷ്കലകാലമായിരുന്നു, സോവിയറ്റ് യൂണിയൻ്റെ വസന്ത കാലവുമായിരുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ ഇപ്പോഴും വൈദേശിക ബന്ധങ്ങൾ ഇപ്പോഴും പാർട്ടി നിലനിർത്തുന്നു എന്നുള്ള ഒരു പുതിയ കാര്യം പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണിത്. ഈ പാർട്ടിയിലെ അംഗങ്ങൾക്ക് വിദേശത്ത് പോയാൽ അംഗത്വമില്ല. വിദേശത്ത് പോകുമ്പോൾ അവിടെ അതിനു വേണ്ടിയിട്ടൊരു സംവിധാനമുണ്ട്. അതിൻ്റെ പേരാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്, AIC. AICC അല്ല, അത് വേറെ അപകടം പിടിച്ചതാണത്. AIC. അതിൻ്റെ ലണ്ടനിലെ നിർവാഹക സമിതി അംഗമാണ് ഇപ്പോൾ വാർത്തകളിലെ താരം, അതായത് രാജേഷ് കൃഷ്ണ. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെക്കാളും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബിയെക്കാളും ഒക്കെ സ്വാധീനമുള്ള ഒരാൾ അങ്ങ് ലണ്ടനിൽ പാർട്ടിക്കുണ്ട് എന്ന് നമുക്കിപ്പോഴാണ് ബോധ്യമാവുന്നത്. ശരിക്കും അവിടെ പാർട്ടിയുടെ ഒരു ശാഖയുണ്ട്. അതിൽ മെമ്പേഴ്സിനെ അനുവദിക്കില്ല. കാരണം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്, അവിടെ മെമ്പർഷിപ്പും കൊടുക്കില്ല, ആ സംവിധാനങ്ങളില്ല. രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇംഗ്ലണ്ടാണ്. അസോസിയേറ്റ് മെമ്പർ എന്നാണ് പറയുന്നത്. എന്താണ് അസോസിയേറ്റ് മെമ്പർ എന്നാണ് അവരെ പറയുന്നത്. അപ്പോൾ പാർട്ടിക്ക് അവിടെ ഇംഗ്ലണ്ടിലും അയർലൻഡ് ഇപ്പോൾ സ്വതന്ത്ര രാജ്യമാണല്ലോ, ഇതുമായിട്ട് ചേർന്നിട്ട് രണ്ട് രാജ്യങ്ങൾക്ക് കൂടി ചേർന്നിട്ട് ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പേരാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഇൻ ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് എന്ന് പറഞ്ഞ സംഘടന. ആ സംഘടനയുടെ നിർവാഹക സമിതി അംഗം, നിർവാഹക സമിതി അംഗം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. പാർട്ടിക്ക് ഇങ്ങനെ നിർവാഹക സമിതി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സംവിധാനമില്ല. പകരമുള്ളത് സെക്രട്ടേറിയറ്റ്, പിന്നെ പോളിറ്റ് ബ്യൂറോ. അപ്പോൾ അവിടുത്തെ സംവിധാനം വേറെയാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇവിടുത്തെ ഏതൊരു സംവിധാനത്തിലുള്ള ആളെക്കാളും, ജോൺ ബ്രിട്ടാസിനേക്കാളും സ്വാധീന ശക്തിയുള്ള ആളാണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ. ഇപ്പം വ്യക്തമായി നമുക്ക് ബോധ്യമായത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ അദ്ദേഹത്തിന് എതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ തന്നെ ഒരു ആളായിട്ടുള്ള മുഹമ്മദ് ഷെർഷായ് എന്ന് പറയുന്ന വ്യവസായി രംഗത്ത് വന്നിരിക്കുന്നു. ചെന്നൈ വ്യവസായിയാണ് അദ്ദേഹം. അദ്ദേഹം രംഗത്ത് വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യ അധീന എന്നാണ് പറയുന്നത്. എനിക്ക് ആളിനെ അറിയാവുന്നതുമാണ്. അധീനയുമായിട്ടുള്ള ബന്ധം ശിഥിലമായി, കുടുംബം തകർന്നു. ഇതിനെ തുടർന്നാണ് ഈ പരാതിയുമായിട്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോയെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ രാജേഷ് കൃഷ്ണയുടെ വഴിവിട്ട അബദ്ധ സഞ്ചാരങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോയിലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംഗമായ അശോക് ധാവ്ലെ,
നമുക്കെല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹം അടുത്ത പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ആവുമെന്നായിരുന്നു നമ്മുടെ പത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്. അതെ, അത് കിടന്ന അദ്ദേഹം MA ബേബി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം വേണ്ടെന്ന് വയ്ക്കുക. അത്ര പ്രബലനായിട്ടൊരാൾ. ആ വാർത്തകളിൽ അന്ന് അശോക് ധാവളെ നമുക്കറിയാം, പക്ഷേ രാജേഷ് കൃഷ്ണയെ അറിയത്തില്ല. അപ്പോൾ ആ ആളിനാണ് കത്ത് കൊടുത്തത്. പോളിറ്റ് ബ്യൂറോയിലെ ഏതെങ്കിലും അംഗത്തിന് കൊടുത്താൽ മതി. അശോക് ധാവളയോട് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ മുഹമ്മദ് ഷർഷദിനെതിരെ ഒരു അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് തന്നെ വ്യക്തിപരമായിട്ടുള്ള അപമാനിച്ചു എന്നുള്ളതാണ് പരാതി. ഡിഫമേഷൻ എന്ന് പറയുന്നത് മാനനഷ്ട കേസ്. ആ കേസിൽ പക്ഷേ അതീവ രഹസ്യമായിട്ട് മുഹമ്മദ് ഷർഷാദ് അശോക് ധാവളേക്ക് കൊടുത്തിരിക്കുന്ന കത്ത് അറ്റാച്ച് ചെയ്ത് ചേർത്തിരിക്കുന്നു. എക്സിബിറ്റായിട്ട് ചേർത്തിരിക്കുന്നു. എക്സിബിറ്റായിട്ട് അതിൽ ചേർത്തിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന കത്താണ്. പാർട്ടിയുടെ ആ ഇരുമ്പ് മറയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ടാവും. ഈ പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയ രഹസ്യങ്ങളല്ല, ഇതിൽ വ്യക്തിപരമായിട്ടുള്ള രഹസ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ രാജേഷ് കൃഷ്ണ ഞാൻ പറഞ്ഞതുപോലെ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു. ആ മുഹമ്മദ് ഷർഷാദിൻ്റെ ആ ഭാര്യയായിട്ടുള്ള അഥീനയ്ക്ക് മമ്മൂട്ടിയെ വെച്ചൊരു പടം പിടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ആഗ്രഹം രാജേഷ് കൃഷ്ണയോട് പറഞ്ഞു. രാജേഷ് കൃഷ്ണ അത്രയേ ഉള്ളൂ, മമ്മൂട്ടിയുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുമായിട്ട് ഈ സ്ത്രീയെ ബന്ധപ്പെടുത്തി. അത് മമ്മൂട്ടി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് 200ഓളം കോൾ ഷീറ്റുകളുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരല്പം വെയിറ്റ് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടം അഭിനയിക്കാം, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എറണാകുളത്തേക്ക് വരും, അവിടെ താമസമാവും എന്ന് വാക്കുകൊടുത്തു. നമുക്കറിയാവുന്നതുപോലെ വലിയ അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കോൾ ഷീറ്റ് കൊടുക്കാറില്ല മമ്മൂട്ടി. അങ്ങനെയുള്ള ഒരാളാണ്. കാരണം പടം വിജയിക്കണം, അങ്ങനെ ഇമേജ് നിലനിർത്താൻ പറ്റും. ഇവിടെ രാജേഷ് കൃഷ്ണയുടെ സ്വാധീനം കൊണ്ട് ഇത് സാധിച്ചിരിക്കും. എന്നു മാത്രമല്ല, രാജേഷ് കൃഷ്ണയ്ക്ക് MV ഗോവിന്ദൻ്റെ ഭാര്യ ഡൽഹിയിലോ എന്ന് കറങ്ങണമെന്ന് പറഞ്ഞു. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ, നമുക്കൊന്നും കടന്നു കയറാൻ പറ്റാത്ത സ്ഥാപനങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഈ രാജേഷ് കൃഷ്ണ എല്ലാ സഹായം, ആര് പാർട്ടിയിൽ ആവശ്യപ്പെട്ടാലും എല്ലാ സഹായവും ചെയ്യും. നമുക്കിപ്പോൾ സംശയം തോന്നുന്നത്, പിണറായി വിജയന് താനിങ്ങനെ കേസിൽ കൊടുക്കുമെന്ന് തോന്നിയ സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ രാജേഷ് കൃഷ്ണയുടെ സഹായത്തോട്, ഈ അധികാര ദല്ലാളിൻ്റെ സഹായത്തോടു കൂടിയാണോ രക്ഷപ്പെട്ടതെന്നറിയില്ല. അത്തരം ഒരു അവതാരമാണ് ഈ രാജേഷ് കൃഷ്ണ. ചുരുക്കി പറഞ്ഞാൽ അതാരും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഊഹിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? ഇങ്ങനെയുള്ള അവതാരങ്ങളെ ഒന്നും പാർട്ടി അംഗീകരിക്കില്ല, അങ്ങനെയുള്ള അവതാരങ്ങൾ ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. അച്യുതാനന്ദൻ്റെ ഒരു വക്കീലുണ്ടായിരുന്നു, അയാളെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. പക്ഷേ രാജേഷ് കൃഷ്ണ ഇങ്ങനെ പലതും പാർട്ടിക്കാർക്ക് വേണ്ടിയും പാർട്ടിയുടെ കുടുംബത്തിന് വേണ്ടിയും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ MV ഗോവിന്ദൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഇപ്പോൾ മുഹമ്മദ് ഷർഷാദ് പറഞ്ഞിരിക്കുന്നത് MV ഗോവിന്ദനും രാജേഷ് കൃഷ്ണനും തമ്മിൽ നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഈ കത്ത് പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും പുറത്തു പോവില്ല. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അത്ര വിശ്വസ്തരാണ്. അല്ല പാർട്ടി കമ്മിറ്റി യോഗങ്ങളിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലോ രഹസ്യങ്ങൾ ചോർത്തും പത്രക്കാർ, അതുകൊണ്ടൊന്നും ചോർത്താൻ പറ്റില്ല പോളിറ്റ് ബ്യൂറോ. ഇതപ്പോൾ ചോർത്തിയതിന് പിന്നിൽ MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശ്യാംജിത്ത്, നമുക്കറിയാം, നമ്മുടെ അവതാരകനായിരുന്ന പ്രവീൺ ഉണ്ടല്ലോ, ആ പ്രവീണിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദനെ പരിചയം. പ്രവീൺ അവിടെ ലോ കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ആ പാവം പയ്യനെയാണ് രാജേഷ് കൃഷ്ണ ഇത് മുഹമ്മദ് ഷർഷാദ് ഇതിൽ പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം MV ഗോവിന്ദനുമായിട്ട് വരെ നല്ല ബന്ധമാണ് അദ്ദേഹത്തിന്. പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഹമ്മദ് ഷർഷാദ് ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഫെഡറൽ ബാങ്കിലായിരുന്നാണ് ലോൺ എടുത്തു, തുടങ്ങിയ വ്യവസായം കുറച്ച് കഷ്ടത്തിലായി. അപ്പോൾ കടം തിരിച്ചടയ്ക്കാൻ വയ്യ, വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ രാജേഷ് കൃഷ്ണയെ വിളിച്ചു. രാജേഷ് കൃഷ്ണ ഉടനെ തോമസ് ഐസക്കിനെ വിളിച്ചു പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് നേരെ ഫെഡറൽ ബാങ്കിൻ്റെ MDയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇക്കാര്യത്തിൽ മുഹമ്മദ് ഷർഷാദിന് ഇളവ് കിട്ടിയത്രേ. ഇവിടെ എത്രയോ പേര് വിദ്യാഭ്യാസ ലോൺ കിട്ടാതെ, അതുപോലെ തന്നെ കൃഷിഭൂമിക്ക് വേണ്ടിയിട്ട് കൃഷി നടത്താൻ വായ്പകൾ
എഴുതി തള്ളാത്തത് കൊണ്ട് എത്ര പേര് ഇപ്പോഴും വയനാട്ടുകാരുടെ ജീവൻ പ്രശ്നമായിട്ട് അത് നിർത്തുകയല്ലേ. അവരുടെ ദുരന്ത ഭൂമിയിൽ പോലും അവർക്ക് ഇളവ് കിട്ടാത്തടത്ത് തോമസ് ഐസക് വിളിച്ച് പറഞ്ഞ് ഇളവ് കിട്ടിയെന്നാണ് പറയുന്നത്. പാർട്ടി ഇതൊക്കെ പറയുന്നു, ഇതൊക്കെ വെറും 2 വ്യക്തികൾ. പക്ഷേ ഇത് 2 വ്യക്തികൾ തമ്മിലല്ലല്ലോ, 2 വ്യക്തികൾ തമ്മിലല്ല. ഇത് വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി പാർട്ടി നേതാക്കളിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം, ലണ്ടനിൽ മസാല ബോണ്ട് വലിയ ആഘോഷമായിട്ട് കൊണ്ടു നടന്നല്ലോ. അതിൻ്റെ പിന്നിൽ ഹവാല പണം ഉപയോഗിച്ച് ബിസിനസ് നടത്തിയത് ഈ രാജേഷ് കൃഷ്ണയാണെന്ന് പറയുന്നു. റിവേഴ്സ് ഹവാലയും അതുപോലെ ഹവാലയും നടത്തിയിട്ടുണ്ട്. ഹവാല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പണം അങ്ങോട്ട് പോകും, റിവേഴ്സ് ഹവാല എന്ന് പറഞ്ഞാൽ അവിടുന്ന് പണം ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ കള്ളപ്പണ ഏർപ്പാടുകളും ഉണ്ടായി. അപ്പോൾ ഇതൊരു വലിയൊരു അഴിമതിയുടെ അഴുക്കുചാലിൻ്റെ ഒരു സാമ്രാജ്യമാണ് CPM-നകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് വി ഡി സതീശൻ പറയുന്നു. അവിടെ ഇരുന്നുകൊണ്ട് പത്രക്കാരോട് പറയുന്നതല്ലാതെ ഇതിനെതിരെ ഒരൊറ്റ പ്രക്ഷോഭം ഇതുവരെ നടത്തിയിട്ടില്ല വിജയഗാന്ധി. ഇങ്ങനെയുള്ള അഴിമതികൾ വല്ലതും കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ CPM എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണ് ഹോപ്പ്ലെസ് ആണ് കോൺഗ്രസിന്റെ കാര്യം. UDF-ന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ബാർക്കോഡ് നമുക്കറിയാവുന്നത്. അതാണ് നമ്മൾ ഇതുപോലെ ലണ്ടനിലൊക്കെ അവരൊക്കെ നടത്തിക്കൊള്ളു. പക്ഷേ പ്രതിപക്ഷം ഇപ്പോൾ ഇതാ നോക്കോളൂ, വോട്ട് പിടിച്ചു, ബൂത്ത് പിടിച്ചു, കള്ള വോട്ടെന്നും പറഞ്ഞ് ഒരു മനുഷ്യനിപ്പം നവോട്ടയിൽ കൂടെ അങ്ങനെ അങ്ങ് പോവുക. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സഫോളജിസ്റ്റിൻ്റെ വെളിപാടിനെ തുറന്നാണ് പോയത്. സഫോളജിസ്റ്റ് ഇപ്പോൾ രാജ്യത്തോട് മാപ്പ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു, തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞിരിക്കുക. ഈ മനുഷ്യൻ മുന്നോട്ട് ജാതകം കൊണ്ട് അങ്ങ് പോവുക. എനിക്കിപ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ കസേരയിലിരിക്കാമെന്ന്. അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ കുടുംബത്തിന് അവകാശപ്പെട്ട കസേരയിൽ ഒരു OBC-ക്കാരൻ കയറിയിരുന്നു, അതും ചായക്കച്ചവടക്കാരൻ. ഷാജഹാൻ്റെ സിംഹാസനത്തിൽ പുഴുവരിക്കുന്നു. ഇതാണ് രാജീവ് ഗാന്ധിയുടെ മനോനില. അതിന് സപ്പോർട്ടുമായിട്ട് CPM-കാരങ്ങ് നടക്കുക. എന്നിട്ട് ഇവരുടെ പാർട്ടിയിൽ നടക്കുന്ന ഈ അഴിമതി ആദ്യം ഒന്ന് തിരുത്തേ. കള്ളവോട്ട് അവിടെ വരട്ടെ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ളവോട്ട് വരട്ടെ, അത് നമുക്ക് തിരുത്താം. ആദ്യം നിങ്ങളുടെ പാർട്ടിയിൽ ഈ നടക്കുന്ന ഈ പ്രവൃത്തികൾ അച്യുതാനന്ദൻ അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അന്നേ അദ്ദേഹം പറഞ്ഞത് പാർട്ടി അടിസ്ഥാനപരമായിട്ട് വലതുപക്ഷ വ്യതിയാനം ഉണ്ടാകും എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഒട്ടും മോശമല്ലാത്ത അഴിമതിയുടെ ഒരു കറപുരണ്ട സാമ്രാജ്യമായിട്ട് CPM മാറി. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത് വലിയ സ്റ്റോറിയാണിത്. ഒരു പുസ്തകം എഴുതാനും മാത്രം ഉണ്ട്. ഞാനിത് ചുരുക്കി ആൾക്കാരുടെ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. വളരെ വലിയൊരു അഴിമതിയുടെ സാമ്രാജ്യം പോലെ വിപുലമാണ് ഇതിനെക്കുറിച്ചുള്ള കഥകളും ഒരു പക്ഷേ കെട്ടുകഥകളും ഒക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ സത്യം പുറത്തു വരണം, പുറത്തു പറയണം. അതാണ് പാർട്ടിക്ക് ചെയ്യാവുന്ന നീതി, ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന നീതി. മുഖ്യമന്ത്രി ഇതുവരെ ഒരക്ഷരം ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഓർക്കണം. ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ഈ ശ്യാംജിത്ത് ഈ കത്ത് കൊടുത്തു എന്നൊരു പ്രചാരണം വരാൻ കാര്യം MP ഗോവിന്ദൻ മാധവ പൊതുവാളിനെ ബന്ധപ്പെട്ടതുമായിട്ടാണ്. മാധവ പൊതുവാളിൻ്റെ വീട്ടിൽ ചുമ്മാ ചായ കുടിക്കാൻ പോയതെന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ ജോത്സ്യൻ്റെ കടയിൽ ചായക്കടയിൽ നിന്ന് കുടിച്ചാൽ പോരെ, ജോത്സ്യൻ്റെ വീട്ടിൽ പോയത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ പൊതുവാളെ എന്ന് ചോദിക്കാനായിട്ടാണ് പോയതെന്നാണ് റൂമർ. എന്നാൽ അത്രയ്ക്കായോ, എന്നാൽ നിനക്കൊരു പണി തരാമെന്ന് പറഞ്ഞാണ് ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശ്യാംജിത്തിൻ്റെ പേരിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയതെന്നും പറയപ്പെടുന്നു. ഈ സത്യം നമുക്കറിയില്ലേ. അതുപോലെ വിജയനാഥെ നമുക്ക് കോമണായിട്ട് കാണാവുന്ന ഒരു ഫാക്ടർ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ മകൻ ബിനീഷിനെതിരെ വലിയ ആരോപണം. അത് സ്ത്രീപീഡനം, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട വലിയ കേസുകളുണ്ടായി. ഇപ്പോൾ ഇതാ ശ്യാംജിത്തിനെതിരെ അത്ര വലിയ കേസുകളൊന്നും അല്ലെങ്കിലും പോളിറ്റ് ബ്യൂറോയുടെ കത്ത് ചോർത്തി, അത് വലിയ കുറ്റമാണ് പാർട്ടിയിൽ. അങ്ങനെ ചോർത്തി കൊടുത്തു എന്നൊരു ആരോപണം വരുന്നു. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ മുഹമ്മദ് ഷർഷാദ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഹവാലപ്പണം വരുന്നു. ഇതൊക്കെ കൂടി ആകെപ്പാടെ പാർട്ടി ഒരു അഴുക്കുചാലായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. അത് തിരുത്തേണ്ടത് നമ്മളല്ല, പാർട്ടിക്കാർ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.